ഹേയ് ബ്രദർ, സിസ്റ്റർ, രാത്രി പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണോ? അതെ, ചില വാതിലുകൾ തുറക്കുവാൻ പോവുകയാണ്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ കൊതിക്കുന്ന ഒന്ന് രാത്രിയായിരുന്നെങ്കിൽ എനിക്കിത്തിരി പ്രാർത്ഥിക്കാമായിരുന്നു എന്ന് ആവലോടെ ഇരിക്കുന്ന ചിലരെ കാട്ടി തന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആ ദൂതാണ്, നിങ്ങൾക്ക് മുമ്പിൽ മനുഷ്യനും പിശാചും എന്നേക്കുമായി അടച്ചു കളഞ്ഞ വാതിലുകളെ ദൈവം തുറന്നു തരുവാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയും? സഹോദരൻ, നിന്നോട് തന്നെ, നിന്നെ രാത്രി പ്രാർത്ഥിപ്പിക്കുന്നത് വാതിൽ തുറന്നു തരിപ്പിക്കുവാൻ വേണ്ടി, അല്ലാതെ നിൻ്റെ ഉറക്കത്തെ കളഞ്ഞ് BP കൂട്ടി നിന്നെ ആശുപത്രിയിലാക്കിപ്പിക്കുവാൻ വേണ്ടിയല്ല. പകലൊക്കെ നീ ഒരുപാട് മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകളുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും തുറന്നു കിട്ടാത്ത വാതിലുകളെ സഹോദരി, ഒരുപാട് ശ്രമിച്ചു, പലരെയും കൂട്ടി പല രൂപമായിട്ടൊക്കെ നോക്കി, പകൽ ശ്രമിച്ചിട്ട് നടക്കാത്തത് ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ നടക്കുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ വെറും വാക്കാണോ? നോ, വെറും വാക്കല്ലല്ലോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടു പോയി. ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. 12-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകമാണ്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉറങ്ങുന്ന പത്രോസുണ്ട്, പ്രാർത്ഥിക്കുന്ന സഭയുണ്ട്. അതെ, നിങ്ങൾക്ക് ധൈര്യമായി ഉറങ്ങാം. സഭ പ്രാർത്ഥിക്കുന്ന പ്രൈസ് ചർച്ച് നിങ്ങൾക്കൊപ്പമുണ്ട്. എപ്പോഴും അല്ല കേട്ടോ, നിങ്ങളുടെ ഷിഫ്റ്റ് വരുമ്പോൾ. ചില സമയത്ത് അങ്ങനെയാണ് സിസ്റ്റർ. അതെ, നമ്മൾ വിചാരിക്കും പോലെ എപ്പോഴും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അതിപ്പോൾ ഞങ്ങൾക്ക് പോലും, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മളങ്ങ് ടയേർഡായി പോകും, അല്ലെങ്കിൽ നമ്മളൊന്ന് മിണ്ടാതിരിക്കേണ്ടി വരും. ഇപ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന ഒരു നിലവിളിയുണ്ട്. മതി കർത്താവേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. കർത്താവിന് കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ ഓടി അധ്വാനിച്ചു. ആര്? ഏലിയാവ്. ഇനി എൻ്റെ പ്രാണനെ അങ്ങെടുത്തോ. അതൊരു നല്ല കാര്യമാണ്. ഒരു സമയത്തിൽ കൂടുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് കാര്യമില്ലല്ലോ. അപ്പോൾ ദൈവം ഏലിയാവിന് വിശ്രമം നൽകുകയാണ്. അപ്പവും വെള്ളമൊക്കെ കൊടുത്തിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറയുകയാണ്. ചില സമയത്ത് ദൈവം നമ്മിൽ വിശ്രമം ആഗ്രഹിക്കുന്നു. വെപ്രാളപ്പെട്ട് എല്ലാ സമയവും അങ്ങനെ വെപ്രാളപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയങ്ങളിൽ വിശ്രമം ദൈവം നൽകുന്നുണ്ട്. താങ്ക് യു. ചിലരൊക്കെ വിശ്രമിക്കുന്നത് കൊണ്ട് വിഷമിക്കേണ്ട. ആമേൻ. പ്രാർത്ഥിക്കുവാൻ സഭ കൂടെയുണ്ട്, പക്ഷേ എപ്പോഴും അല്ല. ആമേൻ. ഒരു സമയം കഴിയുമ്പോൾ എഴുന്നേറ്റ് പുറത്തു വരണം. അപ്പോൾ നോക്കിയേ, രാത്രി പ്രാർത്ഥിച്ചു. രാത്രി ഉറങ്ങാതെ സഭ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, നീ ഉറങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ ചില കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ, അവിടെ 2 കാവലുകളുണ്ട്. 1-ാം കാവലും 2-ാം കാവലും ഉണ്ട്. മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ച വാതിലുകൾ. മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ, ആഭിചാരത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ തലമുറകളുടെ പുറത്തുവരവിന് തടസ്സമായി, അവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നതിന് തടസ്സമായി അങ്ങനെ കിടക്കുക അവരെടുത്ത്. മനസ്സിലായല്ലോ? ആ വാതിൽ കർത്താവ് തുറന്നു തരുവാൻ പോകുകയാണ്. നീ രാത്രി പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ഈ അമ്മയ്ക്ക് ഉറക്കമില്ലേ, ഇവക്കെന്താ ഉറക്കമില്ലേ എന്നവർ ചോദിച്ചത്. ഉത്തരം പറയുവാൻ കഴിയാതെ നീ വല്ലാതെ ഭാരപ്പെട്ടിരുന്നില്ലേ? അതിന് ഉത്തരം കൊടുക്കുവാൻ റെഡിയായിക്കോ. റിസൾട്ട് വെളിപ്പെടുവാൻ പോകുക, നിൻ്റെ തലമുറ പുറത്തു വരുവാൻ പോകുക സഹോദര. ആ നന്മ പുറത്തു വരുവാൻ പോകുക. മനുഷ്യനും പിശാചും അടച്ചു വെച്ച ആ നന്മ, നിൻ്റെ തൊഴിലെന്ന, നിൻ്റെ വരുമാന മേഖലയെന്ന, നിൻ്റെ അനുഗ്രഹമെന്ന ആ നന്മ പുറത്തു വരുവാൻ പോകുക. ഷേഖനെ അമേൻ. സ്തോത്രം. കാവലുമാക്കി, അടച്ചു വയ്ക്കുക മാത്രമല്ല, കാവൽക്കാരെയും കൂടെ ആക്കി. അങ്ങനെയാ. അമേൻ. ഒരു ദേഷ്യത്തിന് ചെയ്യുന്നതൊന്നും അല്ല. വൈരാഗ്യമോ, നിൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാവരുത്, നീ സന്തോഷമായിട്ടിരിക്കരുത്, നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഇത്രയും മൃഗതുല്യമായി മാറുന്നത്? കാരണം അവൻ്റെ പിന്നിലെ ചോദന പൈശാചികമാണ്. പിശാചാണ് അവനെ നിയന്ത്രിക്കുന്നത്. പിശാച് നിയന്ത്രിക്കുന്നവരിൽ നിന്ന് നല്ലതൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ നന്നാവുമെന്നാണ്. അങ്ങനെ ഒന്നും നന്നാവത്തില്ല പ്രിയരെ. അവരുടെ ലക്ഷ്യം നിൻ്റെ തകർച്ച. പിശാചിൻ്റെ ഒരേ ഒരു ലക്ഷ്യവും
അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. ഇത് പറഞ്ഞത് രതീഷല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. പിശാചിന് അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നിന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കണം, നിൻ്റെ കുടുംബത്തെ തകർത്ത് കളയണം, നിൻ്റെ മക്കളെ ചിതറിക്കണം, നിൻ്റെ നന്മകളെ ഇല്ലാതാക്കണം. നീ ഇന്ന് കരയുന്നത് പോലെ കരഞ്ഞ് നിലവിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച്, സ്തോത്രം, ഇതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. പിശാച് അത്രമാത്രം ക്രൂരനാണ്. യോബിൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കി. നാട്ടുകാരെല്ലാം അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നവനെ അവൻ്റെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി, മക്കളെ നഷ്ടപ്പെടുത്തി, ഭാര്യയെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പിച്ചു, സുഹൃത്തുക്കളെ അയച്ച് അവനെ അപമാനിച്ചു, ശരീരം മുഴുവൻ പരിക്കളാൽ ബാധിച്ചിട്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞു കളയുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എളുപ്പമാണ് കേട്ടോ. ഈ കാലിലൊക്കെ ഷുഗർ ഉള്ളവർക്ക് വ്രണങ്ങൾ വരും, പുണ്ണുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയും. അങ്ങനെയുള്ളത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഭീകര വെർഷനായിരുന്നു യോബിൻ്റെ ജീവിതത്തിൽ. എല്ലാത്തിനെയും നശിപ്പിച്ചു, ശരീരത്തെ നശിപ്പിച്ചു. അവിധത്തിൽ കാലുകൾ വ്രണം വന്ന് ഉണങ്ങാത്ത മുറിവുമായിരിക്കുന്ന ചിലർ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക്. അപ്പോൾ പിശാച് ഇത്രമാത്രം ക്രൂരനാണ് കേട്ടോ. പിശാചിൽ നിന്ന് നല്ലതൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. പിശാചിനാൽ ബാധിക്കപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പിശാചിൻ്റെ പദ്ധതികളെയും തകർത്ത് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവിടെ നമ്മൾ ചിന്തയ്ക്ക് വായിച്ച വാക്യത്തിൽ പറയുന്നു, വാതിലുകൾ സ്വതവേ തുറന്നു. നിൻ്റെ കൈക്കരുത്ത് കൊണ്ടല്ല, നാവിൻ്റെ ബലം കൊണ്ടല്ല, ആരെങ്കിലും കൂടെ ഉള്ളത് കൊണ്ടല്ല, സ്വതവേ വാതിലുകൾ തുറന്നു വരും. റബാഷകൻ, ആ രാജ്യത്തിലേക്കുള്ള വാതിലുകൾ സ്വതവേ തുറന്നു വരും. ആർ യു റെഡി? ആമേൻ, സ്തോത്രം. അവിടെ 3 കാര്യങ്ങളാണ് രാത്രി പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. 1, വാതിൽ തുറന്നു. 2, കാവൽക്കാർ ഉറങ്ങി. ആമേൻ. ചിലരൊക്കെ കർത്താവ് ഉറക്കും. ഉറക്കമില്ലാത്ത ചിലവന്മാരെയൊക്കെ നിന്നെ തകർത്തിട്ടേ, നിന്നെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലതിനൊക്കെ കർത്താവ് ഉറക്കും. ആമേൻ. ചിലരൊക്കെ ഉറങ്ങാൻ പോവുകയാണ്. നീ റെഡിയാക്കോ, യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. ചിലരൊക്കെ കർത്താവ് ഉറക്കി നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. തീർന്നില്ല, ചങ്ങല വീണു, ബന്ധനങ്ങൾ അഴിയും. ആമേൻ. രാത്രി പ്രാർത്ഥനയിൽ ചില ബന്ധനങ്ങൾ അഴിയും. നിൻ്റെ പ്രാപിക്കലിനും നിൻ്റെ വർധനവിനും വിശാലതയ്ക്കും വിരോധമായി മനുഷ്യനും പിശാചും കെട്ടിയ സകല കെട്ടുകളും രാത്രി പ്രാർത്ഥനയുടെ മധ്യത്തിൽ അഴിയും. അർദ്ധരാത്രികളെ പകലുകളാക്കി പ്രാർത്ഥനയുടെ മലയിൽ കയറുന്ന സഹോദര സഹോദരി, കേൾക്ക്. ആ ബന്ധനം അഴിയുക. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള ബന്ധനം അഴിയുക. നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി നീ നിൻ്റെ ഭർത്താവ് ഒരുമിച്ച് സന്തോഷമായി മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി പിശാച് മനുഷ്യനും കെട്ടിയ കെട്ടുകളൊക്കെ പൊട്ടുക. റാബാ ഷെഖനെ, ഒരുമിച്ച് സന്തോഷമായി റാദോലിയാബാ ഷെഖനെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ പോകുക. തലമുറകൾക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ കെട്ടി ഒതുക്കി അങ്ങനെ കിടക്കുക. അത് പുറത്തു വരും. ആ തലമുറകൾ പുറത്തു വരും. അവരുടെ ഭാവി പുറത്തു വരും. അവരുടെ നല്ല നാളെ പുറത്തു വരും. ആമേൻ. അവരെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്നവരെ ഉറക്കി. സ്തോത്രം. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ചിലരൊക്കെ ഉറങ്ങാൻ പോകുക. നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുവാൻ ഉണർന്നിരുന്നവന്മാരൊക്കെ ഉറക്കി കടത്തി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഷേഖനെ, യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയുന്നുണ്ട്? ഞാൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവത്തില്ല. ആമേൻ. ഞാൻ ഈ രാത്രികളെ പകലുകളാക്കി പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകത്തില്ല ശുശ്രൂഷക. ആ ദേശം നമ്മൾ പിടിക്കാൻ പോവുക. സ്തോത്രം. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണേ. ആമേൻ, സ്തോത്രം. അപ്പോൾ രാത്രി പ്രാർത്ഥന അത് വാതിലുകളെ തുറക്കും, ചങ്ങലയെ വീഴിക്കും, കാവൽക്കാരെ ഉറക്കും. അപ്പോൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം തന്നെ ഈ പ്രാർത്ഥന വെറുതെ അല്ല, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുന്ന ശക്തിയേറിയ ഒരു അനുഭവമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സുവർണ അവസരമുണ്ട്. 31 ദിവസങ്ങൾ ഞങ്ങൾ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉപവാസത്തോടെ ആയിരിക്കുന്നു. ജനുവരി 1 മുതൽ 31 വരെ. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ പറ്റും. അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം. വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്തോ. നമ്മൾ പുറത്തു വരും സഹോദര. വാതിൽ തുറക്കും. ആമേൻ. അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക്. അതിനായി ഒരുങ്ങുക. ഫുൾ ഫോമിൽ വേഗത്തിൽ അത് മുൻപോട്ട് വരും. ജനുവരിയോടുകൂടി നമ്മൾ എല്ലാ ദിവസങ്ങളും മുടക്കമില്ലാതെ ആദ്യത്തെ സ്റ്റെപ്പ് ഉപവാസ പ്രാർത്ഥനയുടെ മെസ്സേജുകളായിരിക്കും. അത് കഴിഞ്ഞ് ശുഭയാത്ര ആ ലെവലിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. വെള്ളിയാഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയിൽ വെച്ചാണ്. ലൈവും ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിക്കരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കുറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട എന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിനുള്ള ഒരു ആരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയ്ക്കൊപ്പമായിരിക്കുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണാവസരം. കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. നമുക്ക് ദേശം പിടിക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യരും പിശാചും ദേശത്തിലെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ദുഷ്ടമനുഷ്യരും ചേർത്ത് അടച്ചു കളഞ്ഞ വാതിലുകൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ. ഇവരുടെ രാത്രി പ്രാർത്ഥനകൾ ഒത്തിരി പഴി കേൾക്കുവാനും നിരാശ, നിന്നയും അപമാനത്തിൻ്റെയും വാക്കുകൾ കേൾക്കുവാനിടയായി ഇവരുടെ രാത്രി പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, മുന്നേറ്റം സാധ്യമാകട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറട്ടെ, തൊഴിലിടത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറട്ടെ. ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യനെയും ദുഷ്ടമനുഷ്യൻ്റെ പദ്ധതികളെയും സ്വർഗ്ഗം അങ്ങ് തകർക്കണമേ. സ്വർഗ്ഗം ഇവരെ അങ്ങ് മാനിക്കണമേ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. റാധൂറിയ ശബല റദരെ ഷന്ധാർഗന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം. എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിസിനസ്സുകളെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വർധനവും വിശാലതയും ഉണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങളുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങൾക്കകത്തെ സമാധാനത്തെ സന്തോഷത്തെ കവർന്നു കളയുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. അമേൻ. വിവാഹങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നു യേശു, എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവേ, ഇവർ അനുഗ്രഹമായി തീരട്ടെ, ഇവർ അനുഗ്രഹമായി തീരട്ടെ, ഇവർ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഒരുങ്ങുക ജനുവരി മാസത്തിനായി, നമ്മുടെ പ്രാപിക്കലിൻ്റെ മാസം, വർധനവിൻ്റെ മാസം. ഞങ്ങൾ കൂടെ ഉണ്ട്, കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.